ഹലോ എവറി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഫാർമ ഇൻസൈറ്റ്സ് ബൈ നന്ദന. സോ നമ്മൾ ഇന്ന് തന്നെ ഫാർമക്കോളജിയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. എല്ലാ എക്സാമിനേഷനും നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ, ഈ ഒരു പോർഷനിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ് കേട്ടോ. എയിംസ് എക്സാം ആയാലും കേരള PSCയുടെ എക്സാം ആണെങ്കിലും ഈ ഒരു പോർഷൻസ് നിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് മാക്സിമം കാണാൻ പറ്റുന്നതാണ്. ഓക്കെ, സോ ജനറൽ ഫാർമക്കോളജിയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അതിന് മുന്നേ തന്നെ ആരെങ്കിലും നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക, ബെൽ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. സോ ഞാനിടുന്ന നോട്ടിഫിക്കേഷൻ എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. സോ നമ്മൾ ഓരോ ക്വസ്റ്റിനും ഒപ്പം മാക്സിമം ഡീറ്റെയിൽസും കോഡും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റൻ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഒക്കേഴ്സ് മോസ്റ്റ്ലി ഇൻ. ഓക്കെ, ഇതിൽ ഓപ്ഷൻസ് വന്നിരിക്കുന്നത് ലിവർ, കിഡ്നി, ലങ് ആൻഡ് ഹാർട്ട് ആണ് വന്നിരിക്കുന്നത്. സോ ഇത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ആൻസറാണ്. ദാറ്റ് ഇസ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം നടക്കുന്നത് ലിവറിലാണ് അല്ലേ. സോ അത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് പറയാം. ദാറ്റ് ഇസ് ഗട്ട് വോൾ. ഗട്ട് വോളിൽ നിന്നാണ് നമുക്ക് ഡ്രഗ് വരുമ്പോൾ നമുക്കറിയാം നേരെ ഇൻഡസ്ട്രിയൽ വോൾ ഗട്ട് വോളിലേക്ക് എത്തും അല്ലേ. അവിടെ നിന്ന് നമ്മുടെ പോർട്ടൽ വെയിൻ വഴി ഡ്രഗ് എവിടേക്ക് എത്തും? ഡ്രഗ് നമ്മൾ പോർട്ടൽ വെയിൻ വഴി ലിവറിലേക്ക് എത്തും. ഓക്കെ, സോ ഈ ലിവറിൽ നിന്ന് ഒരു മെറ്റബോളിസം പ്രോസസ് നടക്കുമല്ലോ ലിവറിൽ വരുമ്പോൾ, അതിനുശേഷമാണ് ഡ്രഗ് സിസ്റ്റമിക് സർക്കുലേഷനിലേക്ക് പോകത്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താ, ഡ്രഗിൻ്റെ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് കുറയും അല്ലേ. സോ ദാറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് പാസ് മെറ്റബോളിസം. സോ ഈ ഒരു കേസ് പറയുമ്പോൾ ഇതിൽ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഉള്ള ഡ്രഗുകൾ ഏതാണെന്ന് കറക്റ്റായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. കാരണം അത് നമ്മൾ ഒരു എന്തെങ്കിലും കോഡോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ച് പഠിക്കുക. സോ അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഏറ്റവും ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഉള്ള ഡ്രഗ് ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതാൻ അറിഞ്ഞിരിക്കണം. സോ അതിന് വേണ്ടിയിട്ട് ഒരു കോഡാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എക്സാം വന്നപ്പോൾ അത് പഠിച്ച ഒരു കോഡാണ് ഇപ്പോൾ പറയുന്നത്. VP സിംഗ് നോട്ട് എ പോപ്പുലർ PM. ഓക്കെ, സോ PM പ്രൈം മിനിസ്റ്റർ എന്തെങ്കിലും പറഞ്ഞോട്ടോ. VP സിംഗ് നോട്ട് എ പോപ്പുലർ PM, ഇതാണ് അതിൻ്റെ കോഡ്. ഓക്കെ, സോ V എന്ന് പറയുന്നത് ദാറ്റ് ഇസ് വെരാപ്പമിലാണ്. P എന്താണ്, പ്രൊപ്പനലോളാണ്. S എന്ന് പറയുന്നത് സാൽബ്യൂട്ടാമോൾ. ഓക്കെ, അതാണ്. N ഓർത്ത് വയ്ക്കുക. N എന്താ, നൈട്രോഗ്ലിസറിൻ വരുന്നുണ്ട്. A എന്ന് പറയുന്നത് അമിട്രിപ്റ്റിലിൻ. ഓക്കെ, അമിട്രിപ്റ്റിലിൻ വരുന്നു. P4 പ്രൊപ്പോക്സിഫിൻ എന്ന് പറയാം, പ്രൊപ്പോക്സിഫിനാണ് വരുന്നത്. ആൻഡ് പെത്തിഡിനും വരുന്നുണ്ട് കേട്ടോ. ഈ P പെത്തിഡിനും ഈ M എന്നുള്ളത് മോർഫിൻ എടുക്കാം. ഓക്കെ, മോർഫിൻ. സോ ഓർത്ത് വയ്ക്കുക. V എന്ന് പറഞ്ഞാൽ വെരാപ്പമിൽ, പ്രൊപ്പനലോള്, സാൽബ്യൂട്ടാമോൾ, നൈട്രോഗ്ലിസറിൻ. A4 അമിട്രിപ്റ്റിലിൻ, P4 പ്രൊപ്പോക്സിഫിൻ. ഓക്കെ, ഈ P എന്താണ്, പെത്തിഡിൻ. ഓക്കെ, മോർഫിൻ. ഇതുകൂടെ ഇപ്പോൾ VP സിംഗ് നോട്ട് എ പോപ്പുലർ PM എന്ന് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഡ്രഗ്സ് ഓൾമോസ്റ്റ് എല്ലാം തന്നെ കിട്ടും അല്ലേ. അതിൻ്റെ ഒപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു ജസ്റ്റ് ഒരു 3 ഡ്രഗ് കൂടെ ഉണ്ട് അതിൻ്റെ ഒപ്പം. സോ ഒരു HLM എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കോഡിട്ട് പഠിക്കുക. H എന്ന് പറഞ്ഞാൽ ഹൈഡ്രോകോർട്ടിസോൺ. ചിലപ്പോൾ എക്സാമിന് ഇങ്ങനെയും ചോദിക്കാം, ഹൈഡ്രോകോർട്ടിസോൺ. സോ L എന്ന് പറഞ്ഞാൽ ലിഗ്നോകെയിൻ. M4 എന്താണ്, മീഥൈൽ ടെസ്റ്റോസ്റ്റിറോൺ. ഓക്കെ, HLM ഓർത്ത് വയ്ക്കുക. ഹൈഡ്രോകോർട്ടിസോൺ ആൻഡ് ലിഗ്നോകെയിൻ ആൻഡ് മീഥൈൽ ടെസ്റ്റോസ്റ്റിറോൺ. ഈ ഡ്രഗ്സ് ആണ് നമ്മുടെ ഏറ്റവും കൂടുതൽ ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഉള്ള ഡ്രഗ്സ്. സോ അത് നിങ്ങൾക്ക് ഓർത്ത് വയ്ക്കാൻ എളുപ്പമായിരിക്കും അല്ലേ. അടുത്ത ക്വസ്റ്റൻ എന്താണ്, ബയോ അവൈലബിലിറ്റി ഓഫ് IV റൂട്ട് ഈസ്. ഓക്കെ, ജിപ്മറിന് ചോദിച്ച ക്വസ്റ്റൻ ആണ്. നിങ്ങൾക്കെല്ലാം അറിയാം IV റൂട്ട് കൊടുക്കുമ്പോൾ എത്രത്തോളം എമൗണ്ട് ഓഫ് ഡ്രഗ് അൺചേഞ്ച്ഡ് ഫോമിൽ എത്രത്തോളം റേറ്റ് ഓഫ് ഡ്രഗ്സ് എൻ്റർ ചെയ്യും ബോഡിയിലേക്ക്, എത്രത്തോളം ഫ്രാക്ഷൻ ഓഫ് ഡ്രഗ് റീച്ച് ചെയ്യും. ദാറ്റ് ഇസ് IV റൂട്ട് വരുമ്പോൾ നമുക്കറിയാം നേരെ നമ്മൾ സിസ്റ്റമിക് സർക്കുലേഷനിലാണ് ഡ്രഗ് കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എന്താണ്, മാക്സിമം എന്താണ് ബയോ അവൈലബിലിറ്റി നമുക്ക് കിട്ടും. അതായത് 100% ബയോ അവൈലബിലിറ്റി കിട്ടുന്ന റൂട്ടാണ് IV റൂട്ട് എന്ന് പറയുന്നത്. സാധാരണ നമ്മൾക്ക് 2 പ്രൊഡക്റ്റുകൾ തമ്മിലുള്ള ബയോ അവൈലബിലിറ്റി സെയിം ആണെങ്കിൽ അവർ നമ്മൾ എന്ത് വിളിക്കാൻ പറ്റും, ബയോ ഇക്വിവലൻ്റ് എന്ന് വിളിക്കും. അതും ആ ഒരു പോയിന്റും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2 പ്രൊഡക്റ്റാണെന്ന് വയ്ക്കുക, രണ്ടിൻ്റെയും ഒരേ ബയോ അവൈലബിലിറ്റി ആണ് നമുക്ക് ബയോ ഇക്വിവലൻ്റ് എന്ന് വിളിക്കാം. എന്നാൽ ഡിഫറൻ്റ് ആണെങ്കിലോ ബയോ ഇൻ ഇക്വിവലൻ്റ് നമ്മൾ അതിന് വിളിക്കും. ഓക്കെ, അത് ഓർത്ത് വയ്ക്കാം. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക് ഡ്രഗ് ഈസ്. ഓക്കെ, സോ ഓപ്ഷൻസ് എന്തൊക്കെയാണ്, ഫിനൈറ്റോയിൻ, ജെൻഡാമൈസിൻ, തിയോഫിലിൻ ആൻഡ് ആൽക്കഹോൾ. സോ ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കണം എന്തൊക്കെയാണ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, സീറോ ഓർഡർ കൈനറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിഞ്ഞിരിക്കണം. അതിൻ്റെ എക്സാമ്പിളും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഈ പ്രാവശ്യം എക്സാമിന് തന്നെ എനിക്ക് തോന്നുന്നു എയിംസിൻ്റെ എക്സാമിന് ഇതിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു. ഏതൊരു ഫാക്ടറാണ് അതിൽ കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്നതെന്നുള്ളത്. സോ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ജസ്റ്റ് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്താണ്, റേറ്റ് ഓഫ് ഡ്രഗ് എലിമിനേഷൻ. നമ്മുടെ ബോഡിയിൽ നിന്ന് എന്തോരം ഡ്രഗ് എലിമിനേറ്റ് ചെയ്യുന്നുള്ളൂ, റേറ്റ് ഓഫ് ഡ്രഗ് എലിമിനേഷൻ. ഓക്കെ, അതെന്തായിരിക്കും, ദാറ്റ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പ്ലാസ്മ കോൺസെൻട്രേഷൻ ഓഫ് ദ ഡ്രഗ്. അങ്ങനത്തെ ഒരു കേസ് വരുമ്പോഴാണ് നമുക്ക് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക് എന്ന് പറയുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് കോൾഡ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ്. സോ ആ ഒരു കേസിൽ നമുക്ക് കോൺസ്റ്റന്റ് ഫ്രാക്ഷൻ ഓഫ് ഡ്രഗ് ഇൻ ദ ബോഡി ഈസ് എലിമിനേറ്റഡ് പെർ യൂണിറ്റ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ആ പറഞ്ഞ പോയിന്റിൽ കോൺസ്റ്റന്റ് ഫ്രാക്ഷൻ, ആ വേർഡ് ഫ്രാക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അതെന്താണെന്ന്
വെച്ചാൽ നമ്മളിപ്പോൾ 100 ഒരു സപ്പോസ് നമ്മൾ ഡ്രഗ് എടുത്തു, അപ്പോൾ നമ്മുടെ ബോഡിയിൽ 100 mg ഡ്രഗ് നമ്മൾ എടുത്തു. ഓക്കെ, ഈ ഒരു 50% നമ്മൾ കോൺസ്റ്റന്റ് ഫ്രാക്ഷൻ നമ്മൾ പറഞ്ഞാൽ ഒരു 50% ഓഫ് ഡ്രഗ് ആണ് ഒരു യൂണിറ്റ് ടൈമിൽ എലിമിനേറ്റ് ചെയ്യുന്നത് സപ്പോസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ആ ഒരു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ 100 mg ഒരു ഡ്രഗ് എടുത്തു, അത് 1 hour കഴിയുമ്പോഴത്തേക്ക് എന്താവും 50 mg ആയിട്ട് അത് കൺവേർട്ട് ചെയ്യും. ഓക്കെ, അതിനുശേഷം നമ്മൾ എന്താ കോൺസ്റ്റന്റ് ഫ്രാക്ഷൻ, അതായത് 50% ആണ് നമ്മൾ ഡ്രഗ് എലിമിനേറ്റ് ചെയ്യുന്നത് അല്ലേ. സോ 100 mg ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് 50 mg, വീണ്ടും ഒരു മണിക്കൂർ കഴിയുമ്പോൾ 50 mgയുടെ പകുതി, അതിൻ്റെ 50% എത്ര 25 mg ആയിട്ട് മാറി. ഓക്കെ, അതിനുശേഷം വീണ്ടും നോക്കുമ്പോൾ എത്ര 12.5 mg ആയിട്ട് മാറി. ഇങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തോന്നും സീറോ ഓർഡർ കൈനറ്റിക്സ് എന്ന് പറയുന്ന സംഭവം ഉണ്ടല്ലോ. സീറോ ഓർഡർ കൈനറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, കോൺസ്റ്റന്റ് ഫ്രാക്ഷൻ എന്ന് മാറ്റിയിട്ട് അവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, കോൺസ്റ്റന്റ് എമൗണ്ട് ഓഫ് ഡ്രഗ് എലിമിനേറ്റഡ് പെർ യൂണിറ്റ് ടൈമാണ്. അതായത് ഇപ്പോൾ ഈ പറഞ്ഞ 100 mg ഡ്രഗ് ആണെന്ന് വയ്ക്കുക. അപ്പോൾ അത് സീറോ ഓർഡർ കൈനറ്റിക്സ് പറയുമ്പോൾ എന്താ വെച്ചാൽ 1 hour ആയപ്പോഴത്തേക്ക് നമ്മൾക്ക് വിചാരിക്കുക നമ്മുടെ ഒരു റേറ്റ് എന്ന് പറഞ്ഞാൽ 10 ml ആണെന്ന് വെച്ചോ, 10 ml പെർ അവർ ആണ് അത് എലിമിനേറ്റ് ചെയ്തുകൊണ്ടിരുന്നെങ്കിൽ ഈ 1 hour കഴിയുമ്പോഴത്തേക്ക് 100 എത്രയായി മാറും, 90 ആയി മാറും. ഓക്കെ, വീണ്ടും ഒരു 1 hour കഴിയുമ്പോൾ എന്താവും 80 ആവും, പിന്നെ ആകുമ്പോൾ 70 ആവും. അങ്ങനെ എലിമിനേറ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ എന്താണ് ദാറ്റ് സീറോ ഓർഡർ കൈനറ്റിക്സ്. സോ ഈ കൈനറ്റിക്സ് രണ്ടും ഞാൻ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സീറോ ഓർഡർ കൈനറ്റിക്സ് എടുത്തു കഴിയുമ്പോൾ ഈ ഇപ്പോൾ പറഞ്ഞില്ലേ റേറ്റ് ഓഫ് ഡ്രഗ് എലിമിനേഷൻ ഈസ് എന്താണ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തല്ലോ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷേ ഈ പറഞ്ഞ എന്താണ് സീറോ ഓർഡർ കൈനറ്റിക്സ് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ ഇത് എന്താണ് റേറ്റ് ഓഫ് ഡ്രഗ് എലിമിനേഷൻ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷൻ. ഒരിക്കലും ഇത് ഡിപ്പെൻഡ് ചെയ്യുന്നില്ല, ഇൻഡിപെൻഡൻ്റ് ആണ് പ്ലാസ്മ ഡ്രഗ് കോൺസെൻട്രേഷനുമായിട്ട്. ഓക്കെ, അതാണ് ഇത് ജസ്റ്റ് ഡെഫിനിഷനും കാര്യങ്ങളുമാണ് ഞാനിപ്പോൾ പറഞ്ഞത്. ജസ്റ്റ് അതിൻ്റെ കാര്യങ്ങളൊന്ന് ജസ്റ്റ് സൂചിപ്പിച്ചെന്നുള്ളത് എക്സാമിന് ഒത്തിരി ചോദിച്ച് കണ്ടിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ അത് മനസ്സിലായല്ലോ. ഇനി ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സ് നിങ്ങൾ എടുക്കുമ്പോൾ ഓക്കെ ആ ഒരു കേസിൽ T12 ഓൾവേസ് റിമെയിൻ കോൺസ്റ്റൻറ്റ് ആൻഡ് ഓൾസോ ക്ലിയറൻസ്, ഈ രണ്ട് കാര്യങ്ങളും ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൽ കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, എന്നാൽ സെക്കൻഡ് ഓർഡർ സീറോ ഓർഡർ കൈനറ്റിക്സ് എടുക്കുമ്പോൾ ഉണ്ടല്ലോ ആ ഡ്രഗിൻ്റെ T12 ഓഫ് ദ ഡ്രഗ് ഫോളോയിങ് സീറോ ഓർഡർ കൈനറ്റിക്സ് നെവർ കോൺസ്റ്റൻറ്റ്. അതായത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക്സിൽ ഈ T12 അല്ലെങ്കിൽ ഹാഫ് ലൈഫ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും. നമ്മൾ 100 നിന്ന് പിന്നെ അത് 50 50 നിന്ന് നമുക്ക് 25. അപ്പം T12 എന്നുള്ളത് എന്താണ് കോൺസ്റ്റൻ്റ് ആണ്. പക്ഷേ സീറോ ഓർഡർ കൈനറ്റിക്സിൽ ഈ T12 ഒരിക്കലും കോൺസ്റ്റൻ്റ് അല്ല. അത് നിങ്ങൾ ഓർത്ത് വയ്ക്കുക കേട്ടോ, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിൻ്റാണ്. ഇനി അടുത്തൊരു ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഫസ്റ്റ് ഓർഡർ കൈനറ്റിക് ഡ്രഗ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ ഇതിൽ ഫിനൈറ്റോ എന്ന് പറഞ്ഞാൽ സീറോ ഓർഡർ കൈനറ്റിക്സ് ആണ്. തിയോഫിലിൻ സീറോ ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്ന ഡ്രഗാണ്. അതുപോലെ ആൽക്കഹോൾ സീറോ ഓർഡർ കൈനറ്റിക്സ് ആണ്. ഹൈ ഡോസ് ആസ്പിരിൻ ഓക്കെ അതൊക്കെ സീറോ ഓർഡർ കൈനറ്റിക്സ് ഫോളോ ചെയ്യുന്ന ഡ്രഗാണ്. ഓക്കെ, ടോൾബ്യൂട്ടാമൈഡ് ഇതൊക്കെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ജെൻഡാമൈസിനാണ് നമുക്ക് കറക്റ്റ് ആൻസർ വരിക. അത് ഫോളോ ചെയ്യുന്ന ഫസ്റ്റ് ഓർഡർ കൈനറ്റിക് ഡ്രഗ് ആണ്. ഓക്കെ, ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്ന ലോഡ് ഇൻ ഡോസ് ഡിപ്പെൻസ് ഓൺ എന്നുള്ളതാണ്. ക്ലിയറൻസ്, ഹാഫ് ലൈഫ്, വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, റേറ്റ് ഓഫ് ഇൻഫ്യൂഷൻസ്. സോ നിങ്ങൾ ലോഡ് ഇൻ ഡോസിൻ്റെ ഡെഫിനേഷൻസ്, ലോഡ് ഇൻ ഡോസ്, മെയിൻ്റെനൻസ് ഡോസ്, സോ ഇതിൻ്റെയൊക്കെ ഡെഫിനേഷൻസ് കറക്റ്റായിട്ട് തന്നെ അറിഞ്ഞിരിക്കണം. ലോഡ് ഇൻ ഡോസ് എന്ന് പറയുമ്പോൾ എന്താണ്, ലോഡ് ഇൻ ഡോസ് ഈസ് ഈക്വൽ ടു VD ഇൻറ്റു TC/F എന്നുള്ളതിൻ്റെ അതിൻ്റെ ഒരു ഇക്വേഷൻ. സോ VD എന്ന് പറഞ്ഞാൽ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, TC എന്ന് പറഞ്ഞാൽ ടാർഗറ്റ് പ്ലാസ്മ കോൺസെൻട്രേഷൻ നമ്മൾ പറയും. F എന്ന് പറഞ്ഞാൽ ബയോ അവൈലബിലിറ്റി. ഇത്രയും ഫാക്ടറിനാണ് ലോഡിൻ ഡോസ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിൽ തന്നിരിക്കുന്നതിൽ നമുക്കറിയാം ക്ലിയറൻസ്, ഹാഫ് ലൈഫ്, വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, റേറ്റ് ഓഫ് ഇൻഫ്യൂഷൻ തന്നിരിക്കുന്നത്. സോ ലോഡിൻ ഡോസ് നമുക്ക് ഡിപ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ ഇക്വേഷൻ പഠിച്ചാൽ നമുക്കറിയാം ദാറ്റ് ഈസ് വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ് വരുന്നത്. ആൻഡ് ഓൾസോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദി ബയോ അവൈലബിലിറ്റി. കേട്ടോ, ഇത് ബയോ അവൈലബിലിറ്റിയാണ്. ഓക്കെ, അടുത്തത് മെയിൻ്റെനൻസ് ഡോസ് ഡിപ്പെൻസ് ഓൺ എന്നുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കുന്നുണ്ട്. കാരണം ചിലപ്പോൾ ഈ പ്രാവശ്യം എക്സാമിന് തന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു മെയിൻ്റെനൻസ് ഡോസിൻ്റെ ഒക്കെ കുറച്ച് ഇക്വേഷൻസ് വാല്യൂസ് എന്നിട്ട് നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതുപോലെ ലോഡിൻ ഡോസിൻ്റെ ഒക്കെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. സോ നിങ്ങളത് അതുകൊണ്ട് ഇതിൻ്റെയൊക്കെ ഇക്വേഷൻസും അതുപോലെ തന്നെ കുറച്ച് പ്രോബ്ലംസോ അല്ലെങ്കിൽ നോക്കിയിട്ടൊക്കെ ഒന്ന് പോവുക. ഓക്കെ, അടുത്ത് മെയിൻ്റെനൻസ് ഡോസ്. മെയിൻ്റെനൻസ് ഡോസ് എന്ന് പറയുമ്പോൾ എന്താണെന്ന് അറിയാമോ, ദാറ്റ് ഈസ് ക്ലിയറൻസ് വരും. ക്ലിയറൻസ് ഇൻറ്റു ടാർഗറ്റ് പ്ലാസ്മ കോൺസെൻട്രേഷൻ ഡിവൈഡ് ബൈ ബയോ അവൈലബിലിറ്റി. സോ ഈ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷന് പകരം ക്ലിയറൻസ് വരും. ഓക്കെ, അതാണ് മെയിൻ്റെനൻസ് ഡ്രഗ് ഡോസ് എന്നുള്ളത്. സോ അത് ഡിപ്പെൻഡ് ചെയ്യുന്ന എന്തിനാണ്, ദാറ്റ് ഈസ് ക്ലിയറൻസ്, VD, ഹാഫ് ലൈഫ്, ടോക്സിസിറ്റി. സോ ഇതിന് ആൻസർ ആയിട്ട് വരുന്നത് ഏതാണ്, ദാറ്റ് ഈസ് എ ആണ് വരിക. ദാറ്റ് ഈസ് ക്ലിയറൻസ് ആണ് വരിക. ഓക്കെ, സോ എന്താണ് ലോഡിൻ ഡോസ് എന്നൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ബോളസായിട്ട് IV ബോളസായിട്ട് പെട്ടെന്ന് ആ പ്ലാസ്മ കോൺസെൻട്രേഷൻ അച്ചീവ് ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഡോസാണ് ലോഡിൻ ഡോസ്. മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി കൊടുക്കുന്ന ഡോസാണ് മെയിൻ്റെനൻസ് ഡോസ് എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് അതിൻ്റെ ഡെഫിനേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് പോകാം കേട്ടോ. ഡ്രഗ് വിത്ത് ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം, DSSB ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ട് ക്വസ്റ്റ്യനാണ്. മോർഫിൻ, ഡയസപ്പാം, ഡിജോക്സിൻ, ഹൈഡ്രോക്സിസിൻ. സോ ഞാനിപ്പോൾ ഓൾറെഡി പറഞ്ഞു, കുറച്ച് ഡ്രഗ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ കോഡും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഡ്രഗ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ A ആണ് വരിക, മോർഫിൻ ആണ് വരിക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്ന് ഹൈലി പ്രോട്ടീൻ ബൗണ്ട് ഡ്രഗ്, വാർഫാരിൻ, അറ്റിൻലോൾ, ജെൻഡാമൈസിൻ,
എറിത്രോമൈസിൻ, അമോക്സിസിലിൻ. സോ നിങ്ങൾക്കറിയാം ഇതിൽ ഏറ്റവും പ്രോട്ടീൻ ബൗണ്ടഡ് ഡ്രഗ് ഉള്ളത് വാർഫാരിനാണ് വരിക. ഓക്കെ, അടുത്ത വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എ ഡ്രഗ് ഇൻക്രീസസ് ഇഫ് ഇറ്റ് ഈസ് ഓക്കെ ഹൈലി ലിപ്പോഫിലിക്, ഹൈലി ഹൈഡ്രോഫിലിക്, നോട്ട് അബ്സോർബ്ഡ്, ഹൈലി അയോണൈസ്ഡ്. സോ എപ്പോഴായാലും ഡ്രഗിൻ്റെ വോളിയം ഓഫ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ അതിൻ്റെ ഫാക്ടേഴ്സ് നോക്കി നമുക്കറിയാം. ഹൈലി ലിപ്പോഫിലിക് ആയിട്ടുള്ള കേസുകളൊക്കെ വന്നു കഴിയുമ്പോൾ അത് കൂടുതൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടാവും അല്ലേ, ഒത്തിരി സ്ഥലത്തേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. ഹൈഡ്രോഫിലിക് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അയണൈസ്ഡ് ഫോമിലായിട്ട് നിൽക്കുന്ന ഒരിക്കലും നമ്മൾക്കറിയാം അബ്സോർബ് ചെയ്യണ ഒരു സാധനം നമുക്ക് ഗട്ടിക്കൂടെ അബ്സോർബ് ചെയ്യണമെങ്കിൽ തന്നെ അത് എന്തായിരിക്കണം, ലിപ്പോഫിലിക്. അതിൻ്റെ കണ്ടീഷൻസ് എന്നുള്ള ലിപ്പോഫിലിക് ആയിരിക്കണം, അതുപോലെ അൺഅയണൈസ്ഡ് ഫോം ആയിരിക്കണം എന്നല്ലോ നമ്മൾ പഠിക്കുന്നത്. സോ അപ്പോൾ ഇതിൽ ഏറ്റവും ഫേവർ ചെയ്യുന്ന കണ്ടീഷൻ ഹൈലി ലിപ്പോഫിലിക് തന്നെയായിരിക്കും. അടുത്ത ക്വസ്റ്റ്യൻ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് എന്താണുള്ളത്, നിങ്ങൾക്ക് ഓപ്ഷൻസ് കാണാം അല്ലേ. സോ LD50 by ED50, ED50 by LD50, ED10 by LD10, LD10 by ED10. ഓക്കെ, സോ എന്താണ് ദാറ്റ് ഈസ് തെറാപ്യൂട്ടിക് ഇൻഡെക്സിൻ്റെ കറക്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഏതാണ് വരുന്നത്, ദാറ്റ് ഈസ് LD50 by ED50 ആണ് നമുക്ക് വരിക. ഓക്കെ, ലീത്തൽ ഡോസ് ബൈ എഫക്റ്റീവ് ഡോസ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് എൻസൈം ഇൻഡ്യൂസറാണ് കേട്ടോ. സിമെറ്റഡിൻ, കീറ്റോകോണസോൾ, റിഫാംബസിൻ ആൻഡ് എറിത്രോമൈസിൻ. സോ നിങ്ങൾക്ക് ഒരു ജനറലി ഒരു ഐഡിയ വേണം ഏതൊക്കെയാണ് എൻസൈം ഇൻഡ്യൂസേഴ്സ്, ഏതൊക്കെയാണ് എൻസൈം ഇൻഹിബിറ്റേഴ്സ് എന്നുള്ളത്. സോ ഇതിൽ നമുക്ക് എൻസൈം ഇൻഡ്യൂസറാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഡിസ്കസ് ചെയ്തു. ഞാൻ ആൻറ്റിബയോട്ടിക്സിൻ്റെ കുറേ വീഡിയോസ് ഉണ്ടാക്കിയിട്ടുണ്ട്. സോ നിങ്ങൾക്കത് എക്സാമിന് എന്തായാലും ഹെൽപ്ഫുൾ ആയിരിക്കും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് അടുത്തുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്. സോ അത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മൾ റിഫാംബിസിൻ ഈസ് എൻസൈം ഇൻഡ്യൂസർ എന്നല്ലേ. സോ നമ്മൾ ഓർത്ത് വയ്ക്കുക, ദാറ്റ് റിഫാംബിസിനാണ് വരുന്നത്. ബാക്കിയുള്ള സിമെറ്റഡിൻ ഇതൊക്കെ നമ്മൾ കാണാതെ പഠിച്ചു വയ്ക്കുക. സിമെറ്റഡിൻ, കീറ്റോകോണസോൾ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു, ലാബിൽ പറഞ്ഞായിരുന്നു. അല്ല മാക്രോലൈഡ്, ആൻറ്റിബയോട്ടിക് ഒക്കെ എൻസൈം ഇൻഹിബിറ്റേഴ്സ് ആണ്. ഓക്കെ, നമ്മൾ ഇത് മൂന്നും നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ഓക്കെ, നിങ്ങൾ വീഡിയോ കാണാത്തതുണ്ടെങ്കിൽ പോയി ആ ഒരു വീഡിയോ കാണുക കേട്ടോ. ഓക്കെ, എൻസൈം ഇൻഹിബിറ്റേഴ്സ് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്, ഫിനോബാർബിറ്റൽ, റിഫാംബിസിൻ, കാർബമസെപ്പിൻ, മാക്രോലൈഡ്സ്. സോ മാക്രോലൈഡ്സ് ആണ് വരുന്നത്, ദാറ്റ് ഇസ് മാക്രോലൈഡ് വരുന്നതാണല്ലോ ഇതൊക്കെ. സോ മാക്രോലൈഡ് ആണ് എൻസൈം ഇൻഹിബിറ്റർ ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് ഈസ് നീഡഡ് ഫോർ സെഫിക്സിൻ, പെനിസിലിൻ, ജെൻഡാമൈസിൻ, പാരസെറ്റാമോൾ. സോ നാരോ തെറാപ്യൂട്ടിക് റേഞ്ചുള്ള ഡ്രഗ്സൊക്കെ തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് വേണം ടു അവോയ്ഡ് ദ ടോക്സിസിറ്റി. നിങ്ങൾക്ക് അറിയാലോ ഏതൊക്കെ ഇമ്പോർട്ടൻറ്റ് ഡ്രഗ്സിനാണ് നമുക്ക് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് വേണ്ടതെന്നുള്ളത് നമുക്ക് പഠിക്കാൻ തന്നെ ഉണ്ട് അല്ലേ. സോ അങ്ങനത്തെ ഡ്രഗ്സ് എസ്പെഷ്യലി ഫോർ അമിനോഗ്ലൈക്കോസൈഡ് നമ്മൾ ചെക്ക് ചെയ്യണം. കാരണം എന്താ, റീനൽ ഫെയിലിയർ ഉള്ള ആൾക്ക് നമുക്ക് അമിനോഗ്ലൈക്കോസൈഡ് ചെക്ക് ചെയ്യണം. നമ്മൾ തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് പഠിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം നെഫ്രോടോക്സിറ്റി ഉണ്ടാക്കുന്ന ഡ്രഗ് ആണല്ലോ അമിനോഗ്ലൈക്കോസൈഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഫിനേറ്റോയിൻ വേണം, ലിഥിയം, അത് ഏതൊക്കെ ഡ്രഗ്സ് നിങ്ങൾക്ക് അറിയാലോ. അതായത് ലിഥിയം വരുന്നുണ്ട് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ്. പിന്നെ ഡിജോക്സിൻ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ഡ്രഗാണ് തെറാപ്യൂട്ടിക് ഡ്രഗ്. പിന്നെ ഫിനേറ്റോയിൻ. ഓക്കെ, ഫിനേറ്റോയിൻ വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേണ്ടത്. ഓക്കെ, അമിനോഗ്ലൈക്കോസൈഡ്സ് ഇപ്പോൾ പറഞ്ഞില്ലേ, അതൊക്കെയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് നടത്തേണ്ട ഡ്രഗ്സ്. അതെന്തുകൊണ്ടാണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാം. ആരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗുകളാകുമ്പോൾ അങ്ങനത്തെ കേസുകൾ, റീനൽ ഫെയിലിയർ പേഷ്യൻറ്റിൽ റീനൽ ടോക്സിറ്റി ഉണ്ടാക്കുന്ന ഡ്രഗ്സ്, അല്ലെങ്കിൽ ബയോ അവൈലബിലിറ്റി ചെക്ക് ചെയ്യാൻ വേണ്ടി, പേഷ്യൻ്റ് കംപ്ലയിൻസ് ചെക്ക് ചെയ്യാൻ വേണ്ടി, അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സാണ് നമ്മൾ തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് വേണ്ടി വരുന്നൊരു കണ്ടീഷൻ നമ്മൾ പറയുന്നത്. ഓക്കെ, അടുത്ത ഡ്രഗ് വിത്ത് നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ്. ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഡിസ്കസ്, നാരോ തെറാപ്യൂട്ടിക് ഇൻഡെക്സ് ഉള്ള ഡ്രഗുകൾക്ക് തെറാപ്യൂട്ടിക് ഡ്രഗ് മോണിറ്ററിംഗ് ആവശ്യമുണ്ട്. ആ ഡ്രഗ്സാണ് ഈ വരുന്നത്. ഓക്കെ, ഡിജോക്സിൻ, റാനിറ്റിഡിൻ, അംലോഡിപ്പിൻ, മെറ്റ്ഫോർമിൻ തന്നിരിക്കുന്നത്. സോ ഇതിലേതാണ് ആൻസർ വരിക, ഡിജോക്സിൻ. ഓക്കെ, അടുത്ത വെച്ചാൽ പ്രോ ഡ്രഗ്, എനാലപ്രിൽ, ലിസിനോപ്രിൽ, അറ്റിൻലോള്, മെറ്റോപ്രലോള്. സോ നമ്മളിതിൽ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ലിസിനോപ്രിൽ ഒരിക്കലും ഒരു പ്രോഡ്രഗ് അല്ല. അതുപോലെ ക്യാപ്റ്റോപ്രിലും ലിസിനോപ്രിലും ഈ രണ്ട് ഡ്രഗ്സ് മാത്രമാണ് ആക്റ്റീവ് ഡ്രഗായിട്ട് ആ ഒരു കാറ്റഗറി. AC ഇൻഹിബിറ്റേഴ്സ് ആണല്ലോ അവർ. ഈ AC ഇൻഹിബിറ്റേഴ്സ് ഡ്രഗ്സ് എടുക്കുമ്പോൾ നിങ്ങളോട് ആ ഒരു ഹൈപ്പർ ടെൻസിന് വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് നമ്മൾ. അതിൽ ഈ പറഞ്ഞ ക്യാപ്റ്റോപ്രിലും അതുപോലെ ലിസിനോപ്രിലും മാത്രമാണ് പ്രോഡ്രഗായിട്ട് വരിക അല്ലേ. സോ എനാലപ്രിൽ എന്ന് പറഞ്ഞാൽ പ്രോഡ്രഗ് അല്ലാതെ വരുന്നത്. ഓക്കെ, പ്രോഡ്രഗ് അല്ലാതെ വരുന്നത്. ബാക്കിയുള്ള ഡ്രഗ്സ് എല്ലാം എന്താണ്, പ്രോഡ്രഗ്സ് ആണ്. ഓക്കെ, സോ ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് എനാലപ്രിലാണ്. എനാലപ്രിൽ ആ ഒരു പ്രോഡ്രഗാണ്. എനാലപ്രിലാറ്റാണ് അതിൻ്റെ ഒരു ആക്റ്റീവ് ഫോമായിട്ട് വരുന്നത്. എനാലപ്രിലാറ്റ് എന്ന് പറയും. ഓക്കെ, പ്രിലാറ്റ്. സോ അത് ഓർത്ത് വയ്ക്കാം. നിങ്ങൾ നമ്മുടെ ഈ ആൻറ്റി ഹൈപ്പർടെൻസീവ് ഡ്രഗ്സിൻ്റെയും പ്രോഡ്രഗ് ആ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ ക്ലിയർ ആയിട്ട് ഓരോ സെക്ഷനിലും ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ നിങ്ങളത് വീഡിയോ പോയി കാണുക. നിങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസാണ് വരുന്നത്, ആ കിടക്കുന്നതല്ല. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് ബയോ അവൈലബിലിറ്റി ഈസ് ഡിക്രീസ്ഡ് ബൈ ഫസ്റ്റ് പാസ് മെറ്റബോളിസം, IV റൂട്ട്, സബ്ലിംഗ്വൽ റൂട്ട് ആൻഡ് ട്രാൻസ്ഡെർമൽ റൂട്ട്. സോ ബയോ അവൈലബിലിറ്റിയുടെ ഫാക്ടേഴ്സ് നിങ്ങൾക്ക് എടുത്ത് നോക്കുമ്പോൾ അറിയാം. ബയോ അവൈലബിലിറ്റി എന്ന് പറയുമ്പോൾ എത്രത്തോളം ഫ്രാക്ഷൻ ഓഫ് ഡ്രഗ്സ് റീച്ചസ് ദ സിസ്റ്റമിക് സർക്കുലേഷൻ ഇൻ ദി അൺചേഞ്ച്ഡ് ഫോം അല്ലേ, അതാണ് ബയോ അവൈലബിലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഫസ്റ്റ് പാസ് മെറ്റബോളിസം എന്നുള്ളത് ഉറപ്പായിട്ടും ബയോ അവൈലബിലിറ്റി കുറയ്ക്കും അല്ലേ. കാരണം ഓൾറെഡി എന്താണ്, ലിവറിൽ വന്നത് മെറ്റബോളൈസ് ചെയ്ത് പോയി. അപ്പോൾ നമുക്ക് കിട്ടുന്നത് കുറവായിരിക്കുമല്ലോ. IV റൂട്ടിൽ നമ്മൾ പറഞ്ഞു 100% ബയോ അവൈലബിലിറ്റി ഉള്ളതാണ് റൂട്ടാണ് അല്ലേ. സബ്ലിംഗ്വൽ റൂട്ടിൽ നമ്മൾ എന്തുകൊണ്ട് നൈട്രോഗ്ലിസറിനൊക്കെ കൊടുക്കുന്നത്, അത് ഫസ്റ്റ് പാസ് മെറ്റബോളിസം ഒക്കെ ബൈപ്പാസ് ചെയ്ത് പോയിട്ട് നമുക്ക് മാക്സിമം
ഡയറക്റ്റ്ലി ബ്ലഡ് സർക്കുലേഷനിലേക്ക് കയറുന്ന റൂട്ടാണ് അല്ലേ. സോ അത് നമുക്ക് ഒരിക്കലും ബയോബിലിറ്റി കുറഞ്ഞെന്ന് പറയാൻ പറ്റുമോ ഇല്ല, ബയോ അവൈലബിലിറ്റി കൂടുന്ന റൂട്ടാണ്. അത് ട്രാൻസ്ഡെർമൽ റൂട്ടും ഈ പറഞ്ഞ ഫസ്റ്റ് പാസ് മെറ്റബോളിസം നമ്മൾ ഒഴിവാക്കുന്ന റൂട്ടാണ് ട്രാൻസ്ഡെർമൽ റൂട്ട് എന്ന് പറയുന്നതും. ഓക്കെ, അതും ബയോബിലിറ്റി ഉള്ള റൂട്ടാണ്. അപ്പോൾ ഇതിന് റീസൺ എന്താണ് വരിക, ഫസ്റ്റ് പാസ് മെറ്റബോളിസം. അടുത്ത ആൻറ്റഗോണിസം വേർ ടു ഡ്രഗ്സ് ആക്ട് ഓൺ ഡിഫറെൻറ്റ് റിസപ്റ്റേഴ്സ്. ഓക്കെ, കെമിക്കൽ ആൻറ്റഗോണിസം, ഫിസിയോളജിക്കൽ ആൻറ്റഗോണിസം, ഫാർമക്കോ കൈനറ്റിക് ആൻറ്റഗോണിസം, ഫാർമക്കോ ഡൈനാമിക് ആൻറ്റഗോണിസം. സോ കെമിക്കൽ ആൻറ്റഗോണിസം എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അങ്ങോട്ടും ഇങ്ങോട്ടും കെമിക്കൽ റിയാക്ഷൻസ് ഉണ്ടായിട്ടുള്ള ഒരു ആൻറ്റഗോണിസം, കെമിക്കൽ ഇൻട്രാക്ഷൻസ് വെച്ചിട്ടുള്ള ആൻറ്റഗോണിസാണ് വരിക. ഫിസിയോളജിക്കൽ ആൻറ്റഗോണിസം എന്ന് പറയുമ്പോൾ ശരിക്കും ഇതിന് ആൻസർ ആയിട്ട് തന്നെ വരും. കാരണം നമുക്ക് 2 ഡ്രഗ്സ് ഉണ്ട്, രണ്ടും ആക്ടിങ് ചെയ്യുന്ന ഡിഫറെൻറ്റ് റിസപ്റ്റേഴ്സിലാണ് അല്ലേ. സപ്പോസ് നമുക്കറിയാം ഹിസ്റ്റമിൻ ആൻഡ് ഓൾസോ അഡ്രിനാലിൻ. ഹിസ്റ്റമിൻ ആൻഡ് അഡ്രിനാലിൻ ഈ രണ്ടുപേരും നമുക്കറിയാം ഫിസിയോളജിക്കൽ ആൻറ്റഗോണിസ്റ്റ് ആണ് അല്ലേ. ഹിസ്റ്റമിൻസ് നമുക്ക് എന്ത് ചെയ്യും, ഹിസ്റ്റമിൻ്റെ എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആക്ഷനാണ് നമുക്ക് അഡ്രിനാലിൻ നമുക്ക് ഉള്ളത്. ഓക്കെ, ഹിസ്റ്റമിൻ ആക്ട് ചെയ്യുന്ന ഹിസ്റ്റമിൻ്റെ റിസപ്റ്റേഴ്സിലാണ്, അഡ്രിനാലിൻ ആക്ട് ചെയ്യുന്ന അഡ്രിനാലിൻ റിസപ്റ്റേഴ്സാണ്. പക്ഷേ ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും എന്താണ് എക്സാക്റ്റ് ഓപ്പോസിറ്റ് ആക്ഷനാണ് വരുന്നത്. അതായത് നമുക്ക് പറയാം അഡ്രിനാലിൻ നമ്മൾ ഹിസ്റ്റമിൻ ലൈക്ക് നമ്മൾ അനഫിലാറ്റിക് ഷോക്കൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അഡ്രിനാലിനല്ലേ കൊടുക്കുക. സോ ദാറ്റ് ഈസ് ഇവർ രണ്ടുപേരും എന്താണ് ഫിസിയോളജിക്കൽ ആൻറ്റഗോണിസ്റ്റ് ആണ് നമുക്ക് പറയാം. അതുപോലെയാണ് നമുക്ക് ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. ഓക്കെ, എക്സാമ്പിൾ ആണ് ഫോർ ദി ഫിസിയോളജിക്കൽ ആൻറ്റഗോണിസം. ഓക്കെ, ഇൻസുലിൻ ആൻഡ് ഗ്ലൂക്കഗോൺ. ഓക്കെ, ഓർത്ത് വയ്ക്കാം. ഫാർമക്കോ കൈനറ്റിക് ആൻറ്റഗോണിസം എന്താണ്, 2 പേരുണ്ടായിരിക്കും, 2 ഡ്രഗ്സ് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രാക്ട് ചെയ്തിട്ട് എന്തായും അബ്സോർപ്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എലിമിനേഷൻ, മെറ്റബോളിസം, ഓക്കെ ADME പാരാമീറ്റേഴ്സിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാക്കുന്ന ഒരു അവസ്ഥ. ദാറ്റ് ഇസ് ഫാർമക്കോ കൈനറ്റിക് ആൻറ്റഗോണിസം. ഫാർമക്കോ ഡൈനാമിക് ആൻറ്റഗോണിസം എന്ന് പറയുമ്പോൾ എന്താണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇവർ രണ്ടും ആക്ട് ചെയ്യുന്ന 2 ഡ്രഗ്സ് ഉണ്ട്, ആ 2 ഡ്രഗ്സും കൂടി ഒരേ റിസപ്റ്ററിൽ വന്നിട്ട് ആക്ട് ചെയ്യും. ഓക്കെ, അങ്ങനെ വന്നിട്ട് ഒന്നെങ്കിൽ കോമ്പറ്റേറ്റീവ് ആൻറ്റഗോണിസോ നോൺ കോമ്പറ്റേറ്റീവ് ടൈപ്പ് ഓഫ് ആൻറ്റഗോണിസോ ഉണ്ടാക്കും. ദാറ്റ് ഈസ് കോൾഡ് ഫാർമക്കോ ഡൈനാമിക് ആൻറ്റഗോണിസം. ഓക്കെ, സോ ഡിഫറെൻറ്റ് റിസപ്റ്റേഴ്സിലാണെങ്കിൽ ഇത് ഫിസിയോളജിക്കലാണ്, അത് ഒരേ റിസപ്റ്റേഴ്സ് ആണെങ്കിലാണ് ഫാർമക്കോ ഡൈനാമിക് ആൻറ്റഗോണിസം നമുക്ക് പറയുന്നത്. ഓക്കെ, അടുത്തെന്താ ഹെൻട്രോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ പ്രൊലോങ്സ്, ഹാഫ് ലൈഫ്, പൊട്ടൻസി, ക്ലിയറൻസ്, എക്സ്ക്രീഷൻ. സോ ഹെൻട്രോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും. നമുക്കറിയാം ഇൻഡസ്റ്റൈനിൽ വരും അല്ല, ഇൻഡസ്റ്റൈനിൽ വന്നിട്ട് അവിടുന്ന് വീണ്ടും അബ്സോർബ് ചെയ്തിട്ട് വീണ്ടും ലിവറിലേക്ക് എത്തും, എന്നിട്ട് വീണ്ടും മെറ്റബോളിസം നടക്കും, എന്നിട്ട് പിന്നെ അത് എന്ത് ചെയ്യും, ഇൻഡസ്ട്രിയിലേക്ക് വരും, റിലീസ് ചെയ്യും ബ്ലഡിലേക്ക്, പിന്നെ ഇൻഡസ്ട്രി വീണ്ടും അബ്സോർബ് ചെയ്യും. സോ ആ ഒരു പ്രോസസ്സാണ് നമുക്ക് എന്ത് എൻട്രോ ഹെപ്പാറ്റിക് സർക്കുലേഷൻ എന്ന് പറയുന്നത്. ഇങ്ങനൊരു കണ്ടീഷൻ വരുമ്പോൾ ഹാഫ് ലൈഫ് ആ ഡ്രഗിൻ്റെ ഒത്തിരി കൂടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അതാണ് സംഭവിക്കുക. ഓക്കെ, പൊട്ടൻസി ഒരിക്കലും കൂടില്ല, ക്ലിയറൻസും കൂടില്ല, എക്സ്ക്രീഷൻ കുറച്ച് ഡിലേ ആവും, പക്ഷേ ഇതിൻ്റെ അപ്രോപ്രിയേറ്റ് ആൻസർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ ഹാഫ് ലൈഫ് തന്നെയായിരിക്കും. ഓക്കെ, സോ ഏതൊക്കെ ഡ്രഗ്സാണ് എൻട്രോ ഹെപ്പാറ്റിക് സർക്കുലേഷനിലേക്ക് അണ്ടർഗോ ചെയ്യുന്നത്? സോ നിങ്ങൾ അതിന് ഒരു എക്സാമ്പിൾസ് നൽകാമോ? എൻട്രോ ഹെപ്പാറ്റിക് സർക്കുലേഷൻസ് നടത്തുന്ന ഡ്രഗ്സ് ഏതൊക്കെയാണ്? ഏതൊക്കെ ഡ്രഗ്സാണ് വരുന്നത്? എറിത്രോമൈസിൻ, ഓക്കെ, റിഫാംബിസിൻ, ഇതൊക്കെ ഒരു എക്സാമ്പിൾസ് ആണ് കേട്ടോ. സോ ഇങ്ങനെ ഒരു എൻട്രോഹെപ്പാറ്റിക് സൈക്ലിംഗ് ഉണ്ടാവുന്നത് വഴി എന്ത് ചോദിച്ചാൽ ബയോ അവൈലബിലിറ്റി ഓഫ് ഡ്രഗ്സ് കൂടുകയും ചെയ്യുന്നുണ്ട്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് ED50 മീൻസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും എഫക്റ്റീവ് ഡോസ് ആണ് ED50 പറയുക അല്ലേ. സോ ദാറ്റ് ഈസ് ഡോസ് പ്രൊഡ്യൂസിങ് ഡെത്ത് ഇൻ 50%, ഡോസ് എഫക്റ്റീവ് ഇൻ 50%, ഡോസ് ടോക്സിക് ഇൻ 50%, ഡോസ് ഇൻഎഫക്റ്റീവ് ഇൻ 50%. സോ ഇതിൻ്റെ ഒരു ED50 എന്ന് പറയുന്നത് ഏതാണ് ആൻസർ ആയിട്ട് വരുന്നത്? ഡോസ് എഫക്റ്റീവ് ഇൻ 50% ഓഫ് population, that is called ED50. okay, effective dose in 50% of population. മറ്റേ LD50 എന്താണ്? lethal dose in 50% of population. അപ്പോൾ LD50 by ED50 എന്നുള്ളതാണ് എന്ത് നമ്മുടെ തെറാപ്യൂട്ടിക് ഇൻഡെക്സ്. ഓക്കെ, അടുത്തത് മാക്സിമം ബയോവൈലബിലിറ്റി എമംഗ് ഓറൽ ഫോർമുലേഷൻ, ടാബ്ലറ്റ്, ക്യാപ്സൂൾ, അക്വ സൊല്യൂഷൻ, എൻട്രിക്കോട്ടർ. വളരെ സിമ്പിൾ ക്വസ്റ്റൻ ആണ്. ഏറ്റവും കൂടുതൽ ബയോവൈലബിലിറ്റി കിട്ടുന്നത് നമുക്ക് ഏത് ഫോർമുലേഷനാണ്? ദാറ്റ് ഈസ് അക്വ സൊല്യൂഷനാണ് അല്ലേ. സൊല്യൂഷനാണ് ഏറ്റവും കൂടുതൽ ബയോവൈലബിലിറ്റി ആസ് കമ്പയർ ടു സസ്പെൻഷനൊക്കെ കമ്പയർ ചെയ്തും സൊല്യൂഷൻ കിട്ടും. പിന്നെ അതിന് സസ്പെൻഷനാണ് ഏറ്റവും കൂടുതൽ ബയോവൈലബിലിറ്റി ആസ് കമ്പയർ ടു സോളിഡ് ഡോസേജ് ഫോം. സോളിഡ് ഡോസേജ് ഫോം എടുക്കുമ്പോൾ തന്നെ നമുക്കറിയാം ക്യാപ്സൂളിനാണ് കൂടുതൽ ബയോവൈലബിലിറ്റി കമ്പയർ ടു ടാബ്ലറ്റ് ഇപ്പോൾ എൻട്രിക്കോട്ടോട് വരുമ്പോൾ എന്താണ്, അത് വീണ്ടും ഡിഫിക്കൽട്ട് അല്ലേ, വീണ്ടും ബയോവൈലബിലിറ്റി. അപ്പോൾ ടാബ്ലറ്റിനായിരിക്കും കൂടുതൽ ബയോവൈലബിലിറ്റി ആസ് കമ്പയർ ടു എൻട്രിക്കോട്ടർ ടാബ്ലറ്റ്. സോ അങ്ങനെയൊക്കെയാണ് വരിക ബയോവൈലബിലിറ്റിയുടെ കാര്യങ്ങൾ. ഓക്കെ, ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ വന്നത് വീക്ക് ബേസസ് ആർ അബ്സോർബ്ഡ് ബെസ്റ്റ് ഫ്രം സ്റ്റൊമക്ക്, സ്മോൾ ഇൻറ്റസ്റ്റൈൻ, കോളൻ, റെക്ടം. സോ വീക്ക് ബേസസ് നമുക്കറിയാം, വീക്ക് ബേസസ് ആവും അല്ലേ. സോ നമുക്കറിയാം അത് നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ കൺസെപ്റ്റ്. നമ്മളെപ്പോഴും ഒരു ഡ്രഗ് അബ്സോർബ് ചെയ്യണമെങ്കിൽ നമുക്ക് അറിയാലോ സ്റ്റൊമക്ക് ബൈപ്പാസ് ചെയ്തിട്ട്. ഓക്കെ, ഇത് അത്ര പെർഫെക്റ്റ് പിക്ചറൊന്നുമല്ല കേട്ടോ. ഷോ 1 മിനിറ്റ്. സ്റ്റൊമക്കിൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഡ്രഗ് എങ്ങനത്തെ സ്റ്റൊമക്കിൽ അസിഡിക് എൻവയോൺമെൻ്റ് ആണല്ലേ. സ്റ്റൊമക്കിൽ അസിഡിക് എൻവയോൺമെൻ്റ് ആണ്. സപ്പോസ് ചെയ്യുന്നത് നിങ്ങളിങ്ങനെ
കോളനാന്ന് വിചാരിക്കുക കേട്ടോ. സോ നമുക്ക് സ്റ്റൊമക്ക് ആസിഡിക് എൻവയോൺമെൻ്റ് ആണ് വരിക. ആസിഡിക് എൻവയോൺമെൻറ്റിൽ നമ്മൾ സപ്പോസ് നമ്മുടെ ആസിഡ് ഡ്രഗ് വരുവാണ്. ഓക്കെ, ആസിഡ് ഡ്രഗ് ഒരു ആസിഡിക് എൻവയോൺമെൻറ്റിലേക്ക് വരുമ്പോൾ എന്ത് സംഭവിക്കും? അയണൈസ് ചെയ്യും, അൺഅയണൈസ്ഡ് ഫോമിൽ നിൽക്കുമോ? ആസിഡ് ഡ്രഗ് ആസിഡിക് എൻവയോൺമെൻ്റ് ആണല്ലോ സ്റ്റൊമക്കിൽ. സോ ആ ഒരു കേസിൽ വരുമ്പോഴത്തേക്കും ഇത് അൺഅയോണൈസ് ചെയ്യും. അയോണൈസ് ചെയ്യലും അൺഅയോണൈസ്ഡ് ഫോമിൽ നിൽക്കും അല്ലേ. സോ ആസിഡ് ഡ്രഗ് വീക്കായിട്ടുള്ള ആസിഡ് ഡ്രഗ് വന്നു കഴിയുമ്പോൾ അത് ആസിഡിക് എൻവയോൺമെൻറ്റ് ആയിരിക്കുമ്പോൾ എന്താണ്? അൺഅയോണൈസ്ഡ് ഫോമിലേക്ക് നിൽക്കും. സോ ദാറ്റ് ഈസ് അവിടെ നിന്ന് എന്ത് ചെയ്യും? അൺഅയോണൈസ്ഡ് ഫോമായിട്ടുള്ള ഡ്രഗുകൾ, അതുപോലെ ലിപ്പോഫിലിക് ഡ്രഗ്സ് ആണ് ഏറ്റവും കൂടുതൽ ബെറ്റർ ആയിട്ട് അബ്സോർബ് ചെയ്യുന്നത്. സോ ഈ ഒരു വീക്ക് ആസിഡ് ഡ്രഗ് അബ്സോർബ് ചെയ്യുന്നത് എവിടെ നിന്നായിരിക്കും? മാക്സിമം ഈ പറഞ്ഞ ആസിഡിക് എൻവയോൺമെൻറ്റ് ആയ സ്റ്റൊമക്കിൽ നിന്നായിരിക്കും അല്ലേ. പക്ഷേ വീക്കിലി ബേസിക് ഡ്രഗ് ആണെങ്കിലോ, ബേസിക് ഡ്രഗിന് ഇവിടെ ബേസ് വന്നെങ്കിലോ, ബേസ് ഡ്രഗ് ആണെങ്കിൽ ആസിഡിക് എൻവയോൺമെൻറ്റ് ആണല്ലോ, അപ്പോൾ അയോണൈസ് ആയി മാറില്ലേ, അപ്പോൾ അവിടെ അബ്സോർഷൻ നടക്കുക അത്ര പെർഫെക്റ്റ് ആയിട്ട് നടക്കില്ല. എന്നാൽ ഇവിടെ വരുമ്പോൾ എന്താണ്? ഈ നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈൻ വരുമ്പോൾ ഇവിടെ ഒരു ബേസിക് എൻവയോൺമെൻറ്റ് ആണല്ലോ സ്മോൾ ഇൻറ്റസ്റ്റൈൻ എന്ന് പറയുന്നത്. അത് ബേസിക് പി എച്ച് ആണല്ലോ വരിക. സോ ആ ഒരു കണ്ടീഷൻ വരുമ്പോൾ ഡ്രഗ് വരുമ്പോൾ ഈ ഡ്രഗ് നമ്മുടെ ഈ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ അൺഅയോണൈസ്ഡ് ഫോമിലേക്കായിരിക്കും നിൽക്കുക. ഓക്കെ, ഡ്രഗ് അൺഅയോണൈസ്ഡ് ഫോം, കാരണം ഡ്രഗും ബേസ് ആണ്, നമ്മുടെ എന്താണ് ഇൻറ്റസ്റ്റൈനും വീക്ക് ബേസ് ആണ്. അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുമ്പോൾ എന്താണ്? അൺഅയോണൈസ്ഡ് ഫോമിലായിട്ടും ഡ്രഗ് നമ്മുടെ സ്മോൾ ഇൻറ്റസ്റ്റൈനിൽ നിൽക്കുന്നത് അല്ലേ. സോ അത് ബെറ്റർ ആയിട്ട് അബ്സോർബ് ചെയ്യും ഫ്രം ദ സ്മോൾ ഇൻറ്റസ്റ്റൈൻ. ഓക്കെ, അത് ഓർത്ത് വയ്ക്കുക. പിന്നെ കോളൻ റെക്ടം എന്നുള്ളത് നമ്മൾ ലാർജ് ഇൻറ്റസ്റ്റൈൻ്റെ പോർഷൻസ് ആണ് വരുന്നത്. അവിടെ നിന്നല്ല നമ്മൾ അബ്സോർഷൻ മാക്സിമം നടക്കുന്നത് ഈ പറഞ്ഞ സ്മോൾ ഇൻറ്റസ്റ്റൈൻ തന്നെയാണ്. ഓക്കെ, സോ ഇത്ര ഓർത്താൽ മതി. വീക്ക്ലി ബേസസ് ആണെന്ന് വരണമെങ്കിൽ സ്മോൾ ഇൻറ്റസ്റ്റൈൻ ആയിരിക്കും. വീക്ക്ലി ആസിഡിക് ഡ്രഗ് ആണെങ്കിലോ അത് സ്റ്റൊമക്ക് ആയിരിക്കും അബ്സോർബ് ചെയ്യുന്നത്. അത് ഓർത്താൽ മതി. ഓക്കെ, രണ്ടാമത്തെ കാര്യം, ഇതിന് എക്സാമ്പിൾസ് നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഏതൊക്കെ ഡ്രഗ്സ് ആണ് വീക്ക്ലി ആസിഡിക്, വീക്ക്ലി ബേസസ്. ഓക്കെ, അതും മനസ്സിലാക്കണം, കാരണം അങ്ങനെയും ചിലപ്പോൾ ചോദിക്കാം. ഓക്കെ, നിങ്ങൾക്ക് വീക്ക്ലി ആസിഡ് ഡ്രഗ്സിൻ്റെ എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ പറയാം, ഒന്ന് എഴുതിയെടുത്തോ കേട്ടോ. ആസ്പിരിൻ, അതുപോലെ തന്നെ ബാർബിറ്റുറേറ്റ്, സൾഫണമൈഡ്സ്, മീഥോട്രക്സേറ്റ്. ഓക്കെ, ഈ 4 ഡ്രഗ്സും വീക്ക്ലി ആസിഡ് ഡ്രഗ്സ് ആണ്. ബേസിക് ഡ്രഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാലോ, മോർഫിൻ, ക്യുനിഡിൻ, അട്രോപ്പിൻ, ആംഫിറ്റമിൻ, ഇതൊക്കെയാണ് നമ്മുടെ വീക്ക്ലി ബേസിക് ഡ്രഗ്സ് ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്തെന്താണ്? ഹൈലി അയണൈസ്ഡ് ഡ്രഗ്സ് ആർ ഓക്കെ ലിപ്പിഡ് സൊല്യൂബിൾ, വാട്ടർ സൊല്യൂബിൾ, റാപ്പിഡ്ലി അബ്സോർബ്ഡ്, ഹൈലി ഡിസ്ട്രിബ്യൂട്ടഡ്. സോ ഹൈലി അയണൈസ് ചെയ്യുന്ന ഡ്രഗ്സ് എന്ന് പറയുന്നത് ഏത് കാറ്റഗറിയിൽ വരുന്ന ഡ്രഗ്സ് ആണ്? അയണൈസ് ചെയ്യുന്ന ഡ്രഗ്സ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. സോ അത് നമ്മൾക്ക് വരുന്നതെന്ന് പറഞ്ഞാൽ ഓപ്ഷൻ ബി, ദാറ്റ് ഈസ് വാട്ടർ സൊല്യൂബിൾ ഡ്രഗ്സ് ആയിരിക്കും അയണൈസ് ചെയ്യുന്നത്. ലിപ്പിഡ് സൊല്യൂബിൾ ആണ് അൺഅയണൈസ്ഡ് ഫോമിലായിരിക്കും നിൽക്കുക. മാക്സിമം എന്താണ് നമ്മുടെ ലിപ്പിഡ് സൊല്യൂബിൾ ഡ്രഗ്സ് നമ്മൾ മാക്സിമം തന്നെ ട്രാൻസ്പോർട്ട് അകത്തേക്ക് എന്താണ് പ്രോട്ടീൻ ബൈൻഡിങ് ആണെങ്കിലും അകത്തേക്ക് അബ്സോർപ്ഷനൊക്കെ നടക്കുന്ന ഡ്രഗ്സ് ആണ്. അത് അയണൈസ്ഡ് ഫോമിലാണ് വരിക. ഹൈലി അയണൈസ്ഡ് ഡ്രഗ്സ് എപ്പോഴും എന്താണ് വാട്ടർ സൊല്യൂബിൾ ഫോമിലായിരിക്കും നിൽക്കുന്നത്. ഓക്കെ, അടുത്ത് വരുന്ന ഫേസ് 1 റിയാക്ഷൻസ് ഈസ് carried out by CYP 450, UGT, GST and NAT. ഓക്കെ, CYP 450 എന്നുള്ള റിയാക്ഷനാണ്. ഫേസ് 1 റിയാക്ഷൻസ് സാധാരണ ക്യാരി ഔട്ട് ചെയ്യുന്നത് ഏതാണ്? ഈ പറഞ്ഞ CYP 450 ആണ്. ഓക്കെ, 450. ഓക്കെ, CYP 450 ആണെന്ന് ഓർത്ത് വയ്ക്കാം. അതുപോലെ തന്നെ ഈ CYP 450യുടെ ഫുൾ ഫോം, ഇത് വേവ് ലെങ്ത് ആണ് തന്നിരിക്കുന്നത് എനിക്ക് തോന്നുന്നു. ഇതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ സൈറ്റോക്രോം, അതിൽ ഫുൾ ഫോം കൂടി നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. CYP 450യുടെ. ഓക്കെ, UGT എന്ന് പറയുമ്പോൾ എന്താണ്? ദാറ്റ് ഇസ് UDP ഗ്ലൂക്കോണൈൽ ട്രാൻസ്ഫറേസ് ആണ് അല്ലേ. അതിൽ GST എന്താണ്? ഗ്ലൂട്ടാത്തയോൺ എസ് ട്രാൻസ്ഫറേസ്. ഓക്കെ, N അസറ്റൈൽ ട്രാൻസ്ഫറേസ്. ഓക്കെ, ഇത് UGT എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഗ്ലൂക്കോണേഷൻ റിയാക്ഷൻ വരുന്നതാണ്. ഇത് ഗ്ലൂട്ടാത്തയോൺ കോൺജുഗേഷൻ റിയാക്ഷൻ വരുന്നതാണ്. ഇത് അസറ്റിലേഷനിൽ വരുന്ന 3 എൻസൈംസ് ആണ്. ഓക്കെ, സോ ഇതിൽ തന്നിരിക്കുന്ന ഫേസ് 1 റിയാക്ഷൻ ക്യാരി ഔട്ട് ചെയ്യുന്ന CYP 450 ആണ്. ഇതിൻ്റെ ഫുൾ ഫോം നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യും. ഓക്കെ, അടുത്ത് ഫേസ് 2 റിയാക്ഷൻ എക്സാമ്പിൾ. ഓക്കെ, ഓക്സിഡേഷൻ, ഹൈഡ്രോലൈസിസ്, റിഡക്ഷൻ ആൻഡ് ഗ്ലൂക്കോണിഡേഷൻ. ഓക്കെ, സോ ഫേസ് 2 റിയാക്ഷൻസിൻ്റെ എക്സാമ്പിളാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലറിയാം ഫേസ് 2 റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ്? ഗ്ലൂക്കോണിഡേഷൻ ആണ് അല്ലേ. സോ അതൊരു കോഡ് ഉണ്ടായിരുന്നു. ഇത് ഓർക്കാൻ എളുപ്പത്തിനുള്ളൊരു കോഡാട്ടോ. ജെംസ് അങ്ങനെ എന്തെങ്കിലും ഓർത്താൽ മതി. ഓക്കെ, ജാംസ്. ഓക്കെ, സോ ഇവിടെ G എന്നുള്ള ഒരു ടേമില്ലേ, അതിന് 3 G ഉണ്ട് കേട്ടോ. ഓക്കെ, 3 പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുന്നു. ഓക്കെ, G. ഓക്കെ, സോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ G ഫോർ ഗ്ലൂക്കറോണൈഡ് കോൺജുഗേഷൻ. ഓക്കെ, ഈ G എന്താണ്? ഗ്ലൈസിൻ കോൺജുഗേഷൻ. ഈ G എന്താണ്? ഗ്ലൂട്ടാത്തയോൺ കോൺജുഗേഷൻ. സോ ഈ 3 വന്നല്ലോ. ഇത് അസറ്റിലേഷൻ, മെഥിലേഷൻ, ഇത് സൾഫേറ്റ് കോൺജുഗേഷൻ. ഓക്കെ, ഇത് എക്സാമ്പിൾ ഫോർ ഫേസ് 2 റിയാക്ഷൻസ്. ഓക്കെ, ഫേസ് 2 റിയാക്ഷൻ ഇത് ഇങ്ങനെ പഠിക്കുമ്പോൾ നമുക്ക് ഫേസ് 2 റിയാക്ഷൻ എക്സാമ്പിൾ ഫേസ് 1 ഏതാണെന്ന് നോക്കിയും കൺഫ്യൂഷൻ ഉണ്ടാവില്ല. ഓക്കെ, ജെംസ്നോ അല്ലെങ്കിൽ ജാംസ്നോ അങ്ങനെ എന്തെങ്കിലും വായിച്ചാൽ മതി. 3 G ഉണ്ട്. ഗ്ലൂക്കറോണൈഡ് കോൺജുഗേഷൻ, ഗ്ലൈസിൻ കോൺജുഗേഷൻ, ഗ്ലൂട്ടാത്തയോൺ കോൺജുഗേഷൻ, അസറ്റിലേഷൻ, മെഥിലേഷൻ ആൻഡ് ഓൾസോ സൾഫേറ്റ് കോൺജുഗേഷൻസ്. ഓക്കെ, ചിലപ്പം നമ്മൾ ഇപ്പോൾ എന്താണ് ഈ എയിംസ് എക്സാം അല്ലെങ്കിൽ RRBയുടെ ഒക്കെ എക്സാം വരുമ്പോൾ ഇത്രയും നമ്മൾ ഒരു ലെവലിൽ പഠിച്ചാൽ പോരാ, ഇതിൻ്റെ എക്സാമ്പിളും കൂടെയും പഠിക്കണം. ഓക്കെ, എനിക്കറിയാം കുറച്ച് ഡിഫിക്കൽട്ടാണ് ഇതിൻ്റെ എക്സാമ്പിൾ പഠിക്കാൻ എന്നുള്ളത്. ബട്ട് എന്തെങ്കിലും ടെക്നിക്കോ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ട്
പഠിക്കാൻ മാക്സിമം ശ്രമിക്കുക. എന്തെങ്കിലും ഒരു എക്സാമ്പിൾ നോക്കി വയ്ക്കുക. ഇപ്പോൾ എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ പാരസെറ്റാമോൾ അണ്ടർഗോ ചെയ്യുന്ന കോൺജുഗേഷൻ ഏതാണെന്ന് വെച്ചാൽ ദാറ്റ് ഈസ് ഗ്ലൂട്ടാത്തയോൺ കോൺജുഗേഷൻ. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പോൾ അഡ്രിനാലിൻ ഏതാണ്? മെഥിലേഷനാണ് അല്ലേ. ഹിസ്റ്റമിൻ ഏതാണ്? മെഥിലേഷനാണ്. ആസ്പിരിൻ ഏതാണ്? ഗ്ലൂക്കറോണൈഡ് കോൺജുഗേഷൻ ഉണ്ട്, ഗ്ലൈസിൻ കോൺജുഗേഷൻ ഉണ്ട്. മെയിനായിട്ട് ഗ്ലൈസിൻ ആണ് വരുന്നത്, സാലിസിലേറ്റ്സ് അല്ലേ. സോ